ലോജിസ്റ്റിക്സ് മേഖലയിൽ മികച്ച ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അക്രഡിറ്റേഷൻ നാബറ്റ്, US അക്രഡിറ്റേഷൻ IACET ഉള്ള IBIS അക്കാഡമിയിൽ ചേരൂ. റോഡിലൊക്കെ എന്നാ തിരക്കാ, റാലി പോലെയാ വണ്ടികളൊക്കെ പോകുന്നത്. ഇക്കണക്കിനാണെങ്കിൽ ഇവിടെ ഡൽഹി പോലെയാവും നമ്മുടെ നാടും. ഹലോ, എന്തോടാ മിണ്ടാത്തെ? എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? എന്താടോ മനുഷ്യന് കുറച്ചേരം ചിന്തിക്കാൻ സമ്മതിക്കത്തില്ലേ? അല്ല, ഒരാള് മുമ്പിൽ വന്ന് ഇത്രയും നേരം സംസാരിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ എന്ത് ആലോചിച്ച് കൂട്ടണമുത്തേ? ഞാൻ പറഞ്ഞിട്ട് എന്തിനാ തനിക്ക് എന്നെ കളിയാക്കാനോ? കളിയാക്കേണ്ട കാര്യങ്ങൾക്കല്ലേ ഞാൻ കളിയാക്കാറുള്ളൂ, വെറുതെ ഞാൻ കളിയാക്കാറുള്ളൂ. എന്നാലേ ഞാൻ നിന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്യണ പരിപാടി നിർത്തി. അങ്ങനെ പറയല്ല പൊന്നെ. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നീ എന്നോട് ഇങ്ങോട്ടൊന്നും പറയാൻ വേണ്ട, എനിക്ക് അങ്ങോട്ട് നിന്നോടൊന്നും പറയാനുമില്ല. അതെ, ഞങ്ങൾ ജേർണലിസ്റ്റിലേക്ക് 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മനസ്സിലിരിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അത് അറിഞ്ഞില്ലേ ഭയങ്കര തലവേദനയാണ്. നിനക്ക് തലവേദന ആണെങ്കിലേ എനിക്കിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ എന്തായാലും ഒന്നും പറയില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, പ്രത്യേകിച്ച് നിന്നോട്. അങ്ങനെ പറയല്ലേടി, അങ്ങനെ പറയല്ലേ, പറയല്ലേ. ഓ, അവിടെ നിന്ന് നീങ്ങിയിരിക്കും. എനിക്ക് നിന്നോടൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞില്ലേ? പറ. വല്ലാത്ത സുഖമാണ്. അറിയാഞ്ഞിട്ട് എന്തോ ഒരു നിനക്ക് ഒരു കുറുകുറുന്നും വേണ്ട. മുത്തല്ലേ പറ. ഞാൻ മുത്തല്ല. പറയില്ല. പറയടി. നീ വേറെ ആരോടും പറയില്ലെന്ന് ഉറപ്പാണ്? ഉറപ്പാണ്. പ്രോമിസ്. പ്രോമിസ്, മദർ പ്രോമിസ്. എന്നാ ഞാൻ പറയാം. ഒരു ഫ്രഷ് ഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് അത്യാവശ്യം മോഡൽസിന് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ആ മോഡൽസിന്റെ ഹണ്ടിങ്ങിലായിരുന്നു. കുറെ സോഷ്യൽ മീഡിയ ഇതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവം ഒരു 1 year കോൺട്രാക്റ്റ് ആണ്. ലൈഫ് പിന്നെ സെറ്റാണ് മോളെ. ഞാൻ പിന്നെ വേറെ ലെവലും. ഈ കാര്യമാണോ ഇത്ര വലിയ തല പൊണ്ണാക്കി ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ വിചാരിച്ചു വല്ല അന്താരാഷ്ട്ര കാര്യമായിരിക്കും. ഹലോ, ഇത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഓ, നിനക്കേ ഈ നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് തല പൊണ്ണാക്കുന്നതിലും നല്ലതേ എനിക്ക് വേറെ വല്ലതും ചെയ്തൂടെ? ആരാ പറഞ്ഞു നടക്കില്ലെന്ന്? നീ പൊടി മൊട്ടച്ചി. എന്നാ പിന്നെ നീ ഫ്രഷ് മോഡലിനെ തപ്പിട്ട് ഫോട്ടോ എടുക്കും. കാണാല്ല? കാണാം. ഞാൻ ഫ്രഷ് മോഡൽസിനെ തപ്പുകയും ചെയ്യും, ഫോട്ടോ എടുക്കുകയും ചെയ്യും, നിന്നെ കാണിക്കുകയും ചെയ്യും. മൊട്ടച്ചി കാണിച്ചേരണേ. എന്ത് കൊച്ചാണോ എന്തോ, നടക്കാത്ത കുറെ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ വട്ടാക്കിക്കൊണ്ടിരിക്കും. കാറ്റൊന്നുമില്ല കേട്ടോ. ഇത് കാറ്റ് കുറവ്. പിന്നെ അളിയാ, അപ്പൊ ആ നന്നാക്കണ പൈസ കുറച്ച് തന്നാ എടുക്കാം, കുഴപ്പമില്ല. അളിയാ, അളിയാ, താക്കോല് ഇതിലിരിക്കട്ടെ, അങ്ങ് തരണം. ഇരിക്കട്ടെ അളിയാ. അളിയാ ഇങ്ങോട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മോനെ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറയാം. വേണോ? അളിയാ, 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 ജയ്, അളിയാ, ജയ്, ഒന്ന് മാറിയിരിക്കണേ. അളിയാ, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ മിസ്റ്റർ. അപ്പൊ ഞാൻ അറിയിക്കാം. ഇത് ആരാ മനസ്സിലായില്ല? അളിയ ജയൻ. യാത് ജയൻ? പഴയ സിനിമ നടൻ ജയനെ എനിക്കറിയാം. എന്തോന്ന് അളിയ? അളിയ ആരും അമ്മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ലല്ലോ. ഞാൻ ഇതുവരെ ആലുവയിൽ പോയിട്ടില്ല. നിങ്ങള് ആലുവയിലാണോ താമസം? ചുമ്മാ കളിക്കല്ല അളിയ. പക്ഷെ കയറ്റി തരും. എനിക്ക് ഇപ്പൊ എന്നെ അറിയാലടാ. നിനക്ക് എന്നെ അറിയാല്ലേ? അങ്ങനെ ചോദിച്ചത്? അവൻ മിണ്ടാൻ വന്നേക്കണം. ആളുകൾ ഇങ്ങനെ അല്ലെങ്കിൽ വെച്ച് കാര്യം എന്റെ കുണം മാറ്റില്ല ചെയ്യണം. ഇപ്പൊ കാര്യം പറയാളി എന്തോന്നു? എന്തോന്ന് കാര്യം? കാര്യം എന്തോന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. എടാ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി മൊല്ലാക്കയുടെ വേഷം കെട്ടി ജീവൻ പണയം വെച്ച് ഞാൻ അവിടെ വന്ന. അത് എന്റെ പൈസക്ക് കോസ്റ്റ്യൂം വാടകയ്ക്ക് എടുത്ത് താടിയും മീശയൊക്കെ ഒട്ടിച്ചിട്ട് വന്നല്ലേ? അന്ന് നിനക്ക് എന്നെ അറിയാമല്ലേ? അറിയാം. രണ്ടാമത്തെ പ്രാവശ്യം നിന്റെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി കോട്ടും വാടകയ്ക്ക് എടുത്ത് 350 രൂപയ്ക്ക് മുരളി അണ്ണൻ്റെ കോട്ടും വാടകയ്ക്ക് എടുത്ത് ഞാൻ വന്നു. അന്ന് നിനക്ക് എന്നെ അറിയാമല്ലേ? അറിയാല്ലേ? എന്നിട്ട് നീ എന്നെ കല്യാണം അറിയിച്ചാടാ.
എടാ നന്ദി വേണോടാ നന്ദി. അളിയ വേണമെങ്കിൽ നീ പോ, ജയ, നീ പോ. ഒരു അടി അടിച്ചു. ഞാൻ കാര്യം പറയും. എന്തിനടിക്കണം? കാര്യം പറയട്ടെ. എന്തിനടിക്കണം? ഞാൻ എന്തിനടിക്കണം? അവസ്ഥ അങ്ങനെ ആയിപ്പോയി. എന്നെ കല്യാണം വിളിക്കാനും എനിക്ക് പോയി കല്യാണ സദ്യ ഉണ്ണാനും നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അതെനിക്ക് നിന്റെ ഒരു ചോറും വേണ്ട, എനിക്ക് നിന്റെ കല്യാണം കൂടണ്ട. നീ പോ. അളിയ അങ്ങനെ അല്ല അളിയ, ഞാൻ പറയുന്നത് എങ്ങനെയല്ലെന്ന്? അളിയ അവസ്ഥ അങ്ങനെ ആയിരുന്നു അളിയ. എന്തോന്ന് അവസ്ഥ? പെറ്റ അമ്മയെ പോലും വിളിച്ചില്ല, അറിയാമോ? ഈ പെറ്റ അമ്മയാണോ നിന്റെ കൂടെ 2 പ്രാവശ്യം പെണ്ണ് വയ്ക്കാൻ വന്ന? ഞാനല്ലേ? അത് ശരിയല്ല. അല്ലല്ല. അപ്പൊ അമ്മയെ വിളിച്ചില്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ട് പോണ്ടേ നീ? അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നല്ല ആയിപ്പോയല്ലേ. സത്യമായിട്ട് നീ സ്വാർത്ഥനാണ് ചെയ്യാ. നീ നിന്റെ കാര്യം കാണാൻ വേണ്ടി നീ കൈയെടുക്കും. ഇല്ലളിയാ, നീ കൈയെടുക്കും. സത്യമായിട്ടില്ല. അളി കഴിച്ചു അളിയ അളിവിന് വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചത്. നീ തിന്നണ്ട. നീ പോ. അളിയ അങ്ങനെ പറയലളിയ. അളിയ അറിയാമോ, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോലോ അളിയാമോ. സത്യമായിട്ട് ഞാൻ നിനക്ക് മാത്രമേ ഉള്ളൂ. അല്ലല്ലേ അളിയൻ പറയുന്നത്. സത്യമായിട്ട് ഞാൻ വന്ന് അളിയനെയൊക്കെ കൊണ്ടിരുത്തി വലിയൊരു മണ്ഡപത്തിന് ഫ്രണ്ട് ഇരുത്തി അളിയനെ ഏറ്റവും ഫ്രണ്ട് ഇരുത്തി കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അളിയന് എൻ്റെ കല്യാണത്തിന് ഒരു പിടി ചോറ് തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അളിയ. സത്യമായിട്ട് ഒരു നിവർത്തിയില്ല. അളിയൻ അറിയാമോ, ഒരു അനാഥരെ കല്യാണം നടന്ന പോലെ ഉണ്ടായിരുന്നത്. ആ പാടെ ആ ചാരുമോളും 2 പിള്ളേരും ഉണ്ടായിരുന്നു. അവരാണ് നടത്തുന്ന അളിയ. അളിയാൻ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അളിയ. അങ്ങനെ ആയതുകൊണ്ടല്ലേ സത്യം എന്തായിരുന്നാലും ഈ ജന്മത്തിൽ എൻ്റെ കല്യാണം എങ്ങനെ ആയി. പക്ഷെ അടുത്ത ജന്മത്തിലൊന്നും ഉണ്ടെങ്കിൽ അളിയനെ എൻ്റെ തോളി കയറ്റി ഞാൻ കല്യാണ മണ്ഡപത്ത് കൊണ്ടിരുന്നു. എന്താ അടുത്ത ജന്മത്തിൽ എനിക്ക് നടക്കാൻ കൈയും കാലും കാണില്ല. അങ്ങനെയല്ല അളിയ. നിന്റെ തോളിക്കാറ്റ് അളിയനാണ് എൻ്റെ എല്ലാ. അളിയൻ അറിയാമോ, ഞാൻ അളിയനെ ആരാധിക്കുകയാണ്. ഈ കണ്ണീരുള്ള എന്നെ സത്യമായിട്ടും വിഷമം കൊണ്ട്. പോട്ട് കുഴപ്പമില്ല. എന്തായാലും നല്ലപോലെയൊക്കെ ജീവിച്ചാൽ മതി. എന്നാലും നിനക്കൊരു ഫോൺ കോളെങ്കിലും വിളിച്ച് പറയായിരുന്നു കെട്ടാൻ പോകണം. അളിയ ഫോണിൽ പൈസ ഇല്ലായിരുന്നു. എന്തിനാടാ ആ പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണം? ഇനി നീ അനുഭവിക്കാൻ പോവുകയാണ്. അത് പറയാനായിട്ട് അതും കൂടെ അളിയനെ ഞാൻ കാണാൻ വേണ്ടി വരായിരുന്നു. എന്താ അളിയ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ 2 വയറാണ്, ഒറ്റ തടിയല്ല. 2 വയറാണെങ്കിൽ പോയി തെണ്ടി തിന്നടാ. ഇല്ലെങ്കിൽ മുറുക്ക് കൊണ്ട് അവർക്ക് കൊടുത്ത് 2 പേരും കൂടെ തിന്നി. എന്റെ ഇനി പൈസ ഒന്നുമില്ല നിനക്ക് തരാം. പൈസ വേണ്ട അളിയ, എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും വാങ്ങിച്ചു. ജോലിയാ? എന്റെ അവിടെ നിനക്ക് ജോലിയല്ലേ ഉള്ളത്? അല്ല, അത് ശമ്പളം കറക്റ്റ് കിട്ടുന്നുണ്ട്. എന്നാലും പറയാം നീ വിട്. എന്നാ അപ്പൊ നാളെ വന്ന് എടുക്കാൻ കേട്ടോ സൈക്കിള്. ഇതിപ്പോ കൊച്ചിനെ വിളിച്ച് ഫോട്ടോ ഒക്കെ കാണിക്കണം. ഇതാർക്ക് സൈക്കിള്? ഇത് മൂത്ത ചെറുക്കനടാ. കുറെ ദിവസമായിട്ട് വീട്ടിൽ കിടന്ന് സൈക്കിൾ വേണം അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാന്ന്. 10-50 വർഷത്തെ പഴക്കമുണ്ടത്. ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചോട് അങ്ങോട്ട്. നിന്റെ കയ്യിൽ നിന്നാണോ പൈസ പോണേ? എന്റെ പോക്കറ്റിൽ നിന്നല്ലേ പോണ? ഇത് മതി. ഇത് അവൻ ചവിട്ടി പഠിക്കട്ടെ. 80 വർഷത്തെ പഴക്കമായിട്ടും സാധനം ഇരിക്കണുണ്ട്. കാരണം ജിമ്മ് കണക്ക്. അത് ഇത് അവൻ ചവിട്ടി പഠിക്കട്ടെ. നിനക്ക് തെണ്ണൊന്നും ഇല്ലല്ലടാ. നീ നിന്റെ കാര്യം നോക്കളായി. എങ്ങനെയാ പോട്ടെ, നമുക്ക് പറയാന്നുള്ളതല്ലേ ഉള്ളൂ. യവൻ പൈസ തരുവേ. എടാ ജയ, ഇതിന്റെ പൈസ അങ്ങ് കൊടുത്തേരാ. ഈ 2 തേങ്ങേരയും കൂടെ കൊടുത്തേരാ. ഇത്ര പൈസ ഒന്നുമില്ല. നിന്റെ കല്യാണ ചെലവൊന്നും നടത്തിയില്ലല്ലോ, അതായിട്ടിരിക്കട്ടെ. പിള്ളേർക്ക് കൊടുക്കാം. അമ്മച്ചി എന്റെ നോക്കോ. എടാ, കൊടുക്കാൻ എൻ്റെ അത്ര പൈസ ഒന്നുമില്ല. ആ, ഓൺ കോസ്റ്റ്യൂമുള്ള ഏതെങ്കിലും മോഡൽസ് മതി. ആ, നീ വിചാരിച്ച കിട്ടാത്ത മോഡൽസ് ഒന്നും ഇല്ലല്ലോ. എടാ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 1 ഇയർ പാക്കേജ് അവർ തരിക, കോൺട്രാക്ട്. എൻ്റെ ലൈഫ് ഒന്ന് സെറ്റ് ആവും. ആ, നീ ഒന്ന് നോക്കി പറഞ്ഞാൽ മതി. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഓ, മെയിൽ ഓർ ഫീമെയിൽ. ആ, ശരി. ഓക്കെ, നീ നോക്കിയിട്ട് പറ. നിന്നെ കൊണ്ട് പറ്റും. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. മക്കളെ ഇങ്ങോട്ട് വാ. നമ്മ നീ എന്താ മയിലിനെ വളർത്താൻ പോണോ? മയിലിനെ ഒന്നും വളർത്തരുത്, പോലീസ് പിടിച്ചോണ്ട് പോകും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വല്ല കോഴിയായിട്ട് വളർത്തുക. അതാകുമ്പോൾ മുട്ടയും കിട്ടും, ലാസ്റ്റ് ഇറച്ചിക്ക് വിൽക്കുകയും ചെയ്യാം. നല്ല ലാഭമാണ്. ഒന്നും മിണ്ടായി അമ്മാവാ. ഞാൻ ഇവിടെ മയിലിന്റെ കുരുവിയുടെയും കോഴിയുടെ കഥയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ കേട്ടില്ല നീ മയിലിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണത്. കള്ളം പറയല്ലേ. എന്റെ പൊന്നോ, അത് മയിലല്ല, മെയിൽ ഓർ ഫീമെയിൽ. മനസ്സിലായ? ആണും പെണ്ണെന്നാ ഉദ്ദേശിച്ചേ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ആണും പെണ്ണിനും ബോയ് ആൻഡ് ഗേൾ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ. ബോയ് ആൻഡ് ഗേൾ മാത്രമല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നും പറയും ഇംഗ്ലീഷില്. ആണും പെണ്ണും. ഇതാണ് ഈ ഇംഗ്ലീഷുകാരന്മാരുടെ കുഴപ്പം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു വെക്കുമ്പോൾ അവന്മാര് അതേ വാക്കിന് വേറൊരർത്ഥം കൊണ്ടുവരും. എന്നാൽ അത് പഠിക്കാന്ന് വെച്ചാൽ അത് പഠിക്കുമ്പോൾ വേറൊരെണ്ണം കൊണ്ടുവരും. ഇതാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കില്ല എന്ന് പറയണത്. അമ്മ അവൻ ഇംഗ്ലീഷ് പഠിക്കോ പഠിക്കാതിരിക്കോ ചെയ്യും. അതൊന്നും അല്ല ഇപ്പൊ എന്റെ വിഷയം. പിന്നെന്തോ സാമിക്കോടാണ് മോളെ വിഷയം. അമ്മാവനിപ്പോ എങ്ങോട്ടാ പോവാൻ നിന്നത്? ഞാൻ അത്തോട്ട് പോകാൻ പോണു. എന്നാ എനിക്ക് തലവേദന ഉണ്ടാക്കണ്ടേ? അമ്മ നേരെ അങ്ങ് അകത്തേക്ക് കിട്ടും. മോളെ, നിനക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്താ കാര്യമെന്ന് പറ. എനിക്കൊരു മോഡലിന് വേണം. മോഡലാ? എന്തിന്? ഫോട്ടോഷൂട്ട് ചെയ്യാൻ.
അത്രേ ഉള്ള മോള് എന്നാ എൻ്റെ ഫോട്ടോ എടുത്തു എങ്ങനെ വേണം ഞാൻ എടുത്ത് ഇത്ര ഫോട്ടോ എടുത്തു. അമ്മാവന്റെ അല്ല അമ്മാവാ, എനിക്ക് നല്ലൊരു മോഡലിന് വേണം. എന്നെ നല്ലൊരു മോഡലാക്കിയാ പോരെ? എന്നെ നല്ല മോഡലായി കണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിപ്പിച്ച് നീ ഇഷ്ടമുള്ള ഫോട്ടോ എടുത്തോ. അമ്മാവനൊന്ന് പോയേ. നല്ല മോഡൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് ഫേസ് ആയിട്ടുള്ള ഒരാളെ വേണം. അതിന് അമ്മാവനൊന്നും പറ്റത്തില്ല. ഓക്കെ, പറ്റില്ലെങ്കിൽ വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് നീ പറഞ്ഞ ഫ്രഷ് ഒരാളെ കണ്ടുപിടി, കുഴപ്പമില്ല. ഞാൻ കണ്ടുപിടിച്ചു. അത് തന്നെ, അത്ര തന്നെ. അതിനോട് കിടന്ന് ബഹളം ഉണ്ടാക്കണേ എന്തെങ്കിലും. പിന്നെ അമ്മാവൻ ചുമ്മാ കടന്ന് ഗുരു 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 അറിയാണ്ട്. ഞാൻ യഥാർത്ഥ കാര്യങ്ങളല്ലേ ചോദിച്ചത്, എന്താണ് കാര്യം എന്നല്ലേ ചോദിച്ചത്. തലവേദന എടുക്കണം എനിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? മോളൊരു കാര്യം ചെയ്യും. കല്ലുമോള് വന്നു. അതെ മോളെ, ഈ കല്ലുമോളെ നമുക്ക് ആക്കിയാലോ? എന്താണെങ്കിൽ പറ. ഏയ്, എന്റെ ഐഡിയക്ക് പറ്റില്ല. നീ നോക്കാതെ പറയണത്, നോക്കാതെ എങ്ങനെ പറയും? പക്ഷെ ശരിയാവൂല അമ്മാവാ. ഞാൻ ഒരു വേറെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തോട്ട്സ് ആണ് എന്റെ മൈൻഡിലുള്ളത്. അത് മാച്ചല്ല. എന്റെ പൊന്നു മോളെ, നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ മാച്ച് ആണോ അല്ലേ എന്നുള്ളതൊക്കെ. അല്ലെന്നേ, നോക്കിയേ നടക്കൂല. എനിക്ക് കുറച്ച് മുടിയൊക്കെ വേണം. എന്താ മോളെ, എന്താ കാര്യം? എന്താ കാര്യം പറ. കുറെ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കളിയാക്കുവാണോ നിങ്ങൾ? എടാ, അത് വേറൊന്നും അല്ല. എനിക്കൊരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ കുറച്ച് ഫ്രഷ് ഫേസ് മോഡൽസിനെ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു 1 year കോൺട്രാക്ട് സെറ്റ് ആടാ. ലൈഫ് കുറച്ച് മെച്ചപ്പെടും. അതിന്റെ മോളൊന്ന് മടലായിട്ട് നിന്ന് കൊടുക്കും. ഇന്ന് പോവാങ്കൾ എനിക്ക് മടർന്ന് പോകാൻ പറ്റത്തില്ല. അതുമല്ല എന്റെ പ്രൊഫഷനേ അല്ല അത്. ഇനി ഞാൻ ചാരുവിന്റെ പ്രൊഫഷൻ എന്തിനാ നശിപ്പിക്കണം വെറുതെ? പിന്നെ ചാരു, നീ നോക്കിയാ കിട്ടാത്ത മോഡൽസ് ഉണ്ടോ? ഇല്ല. ഞാൻ പരിശ്രമിച്ചു നോക്കാം. പരിശ്രമിക്കൂ, പ്രതീക്ഷയോടെ പരിശ്രമിക്കൂ. പ്രതിഫലം തരുവാനായി പ്രകൃതി നിൻ കൂടെയുണ്ട്. അയ്യോ, ഒരു സഹായം ചോദിച്ചപ്പോ മുദ്രാവാക്യം വിളിച്ചോണ്ട് പോണ്. അത് തന്നെ പറഞ്ഞ, അവളെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. എന്റെ ഈ പരിപാടിയൊന്നും അവൾക്കൊന്നും പറ്റത്തില്ല. നീയിപ്പൊ എന്റെ അറിവില് ഒരു മോഡലേ ഉള്ളൂ. ആരാ? ഈ ഞാൻ തന്നെ. പോയേ മാവാ. മോളെ എടുത്തോടി. ഞാൻ എങ്ങനെ വേണം നിന്നേരാ? NABH അംഗീകാരമുള്ള ഹോസ്പിറ്റൽസിൽ ജോലിക്കായി നാഷണൽ അക്രഡിറ്റേഷൻ നാബറ്റ്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ IACET ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് IBIS അക്കാഡമിയിൽ നിന്നും ചെയ്യൂ. ஏப்பா பவி நீ வேலைக்கு போன்னு சொன்னிய, அது என்னாச்சுடா? പോവാ, ഒന്ന് സമാധാനപ്പെട്ട് പോവാം. ஏன்டா இப்படி എത്ര നാളായി നീ ഇതേ മാറ്റർ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പോവാ. എന്റെ പൊന്നിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് സമാധാനം എന്താ? തൊണ്ടൊന്നും നിറയിക്കൊട്ടൊന്നും. എന്നാച്ചടാ ഉനക്ക്? എന്താ എന്നാ அந்த ചാരു പാപ്പ ഇല്ല, അവളൊരു പൊൺപിള താനെ. അവൾ എന്നിട്ട് ഒറ്റയ്ക്ക് ജോലിക്കൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ജീവിക്കുന്നത്. ഉനക്ക് മട്ടും എന്താ ഇമാതിരി വാശിയെല്ലാം? അത് ചാരു, അവള് ജോലി ചെയ്ത് ജീവിക്കുന്നത്. എൻ്റെ എച്ചി അവളുടെ അച്ഛനും അമ്മയും അയച്ചു കൊടുക്കണ പൈസ കൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. അവൾ ജോലിക്കൊന്നും പോയിട്ടൊന്നും അല്ല. அப்படிയൊന്നും അല്ലടാ. ഉനക്കൊരു വിഷയം தெரியுமா? ചാരു പാപ്പ അല്ലേ, അവളൊരു ഓർഫൻ താ. അവൾക്ക് അപ്പ അമ്മ ഒന്നും ഇല്ല. ഓർഫൻ അവള് പോയാണ്. ചിച്ചിട്ട് ആരെന്ന് പറഞ്ഞത്? അവൾ അറിയുമെന്ന് പറഞ്ഞത്. അയ്യോ നിജം താണ്ടാ. എന്തോ നിജം? അവളൊന്നും അല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു ദിവസം അവള് താമസിച്ച ഓർഫനേജില്ലേ, അവിടുന്ന് ഒരു മദർ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അവൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണ കാര്യം അവൾക്ക് അറിയില്ല. എന്ത് പുണ്യ ജന്മമാടാ. 24 hours തീറ്റയും കുടിയും മാത്രം. നീ ഏതാവത് സാപ്പിട്ടിയാ? എന്നാ ലുക്ക്? ഇച്ചി കാണാൻ എന്ത് ഭംഗിയായിച്ചി. കേട്ടാ? അയ്യോ, എനിക്ക് വയ്യ. സുന്ദരിയാ. ഇച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഹെൽപ്പ്? അതെ, എന്റെ ഫോട്ടോഷൂട്ടിനെ മോഡലായിട്ട് ഇച്ചി ഒന്ന് വരുമോ? ഫോട്ടോഷൂട്ടാ? ഞാനില്ല.
ഇച്ചി ഇച്ചി പ്ലീസ് ഇല്ലെന്ന് പറയല്ലേ ഇച്ചി. എന്റെ ഇച്ചല്ലേ ഇച്ചി, ചാരുപ്പാപ്പാവല്ലേ ഇച്ചി. ഇല്ല ഇല്ല ചാരുപ്പ എന്നെ വിട്ടറ്. അയ്യോ മാമ തിട്ടുവാറ്. അയ്യോ മാമയുടെ അടുത്ത് പറയണ്ട നമുക്ക്. ഇല്ല ഇല്ല എന്നെ വിട്ടറ്. ഞാനില്ല. അല്ല അവളൊരു ആഗ്രഹം പറഞ്ഞില്ല, അങ്ങ് സാധിച്ചു. അല്ല ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങ് സാധിച്ചു കൊടുക്കുന്നതിൽ നല്ലതല്ലേ. ഇച്ചി എന്റെ കരിയറിന്റെ കാര്യം വെച്ച് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്നാ ഓക്കെ പറയാല്ലേ ഓക്കെ ആനാ മാമൻ தெரியாது. ഞാൻ പറയില്ല. പവി നീ പറയൂ. മറ്റൊരു ഞാൻ പറയില്ല. പറയരുത്. ഞാൻ പറയില്ല. ഓക്കേവാ. അപ്പൊ ഇത് ഇവിടെ വെച്ചോ. ഇപ്പഴാ നമുക്ക് റെഡി ആവണം. അപ്പൊ കായ്ക്കറി കായ്ക്കറി ഞാൻ അറിഞ്ഞോളാം. കുന അറിയണം. കുന അറിഞ്ഞോളാം. ശരിയാവൂല. ശരിയാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഡാ. പോട്ടെ. ഓ എന്നാ പോട്ടെ. ശരിയാവൂല. പോയി പൊളിച്ചിട്ട് വാ. എന്ന മോന്തോ. ചാരു എന്തേടാ? അതിനകത്തുണ്ട്. പോരും. ഇരി. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? കുഴപ്പമില്ലാതെ പോണു. എന്തൊരു കാര്യം? ചാരു എന്നെ വിളിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. വരും. നീ അന്വേഷിച്ചാള്. നീ എന്തിനാ വരാൻ പറഞ്ഞു? ഞാൻ വരാൻ പറഞ്ഞതോ? നീ എന്തോ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് മോഡലിനെ കിട്ടില്ലെന്നോ അങ്ങനെ എന്തോ. എന്നാലേ മോള് കേട്ടോ, എനിക്ക് നല്ലൊരു സൂപ്പർ കൂൾ മോഡലിനെ കിട്ടി കേട്ടാ. ഇവനാ? ഇവനൊന്നും അല്ല, ഇത് വേറെ ലെവൽ ടോപ്പ് ക്ലാസ് സൂപ്പർ മോഡൽ. അതാര്? സൂപ്പർ മോഡൽ ഫ്രം തെങ്കാശി. ഗായു വാ. Hello guys. What's up? It's too hot. Sunny day here, no? സൂപ്പർ. വേറെ മാരി. Thanks da. நல்லா இருக்குடா. എപ്പടി ഇരിക്കടാ? അയ്യോ പറയാനൊന്നുമില്ല. അത് കുഴപ്പമില്ല, സ്റ്റൈലല്ലേ. എച്ചി കുറച്ച് ഫോട്ടോ എടുത്താലോ? கொஞ்சம் போஸ் எல்லாம் ഞാൻ പറഞ്ഞുതരാം. எப்படி அப்படியா? ഒരു കാര്യം ചെയ്യ്. സ്റ്റൈലിഷ്. ஸ்டைலிஷா? അറിയാമോ? ആ തുണിയിൽ ചാരി கொஞ்சம் இப்படியா? എടാ എന്നാ പറഞ്ഞു കൊടുക്കടാ. ഞാൻ എനിക്കറിഞ്ഞൂടാ. நான் போட்டோலൊക്കെ കണ്ടിട്ടുണ്ട്. இப்படிയല്ല? മാറാ.
അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല. ഈ മോശം മോശം. എന്തങ്ങനെ? എന്താ അങ്ങനെ വന്നത്? റീവെൻ്റ് അടിച്ചു നോക്കാം. റീവെൻ്റ്. അയ്യേ, എന്താ ഇങ്ങനെ? അയ്യേ.